ടീം മാറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആധാർ ഡേറ്റ ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ആപ്പിനെ പരിചയം. ഇത് UID, അതായത് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആപ്പ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലോ ഒരു പർട്ടിക്കുലർ പ്ലേസിലോ ചെല്ലുന്ന സമയത്ത് നമ്മളോട് ആധാർ ഡീറ്റെയിലുകൾ തരാനായിട്ട് ആവശ്യപ്പെടും. അന്നേരം നമ്മൾ ഫെച്ച് ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മുടെ ഇതിനകത്തുനിന്ന് ആധാർ നമ്പർ, നമ്മുടെ ഫോട്ടോ, നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, ഇതിലുള്ള എല്ലാ ഡീറ്റെയിലുകളും, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അവർക്ക് ഫെച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ ബേസിക്കലി ചില ഒക്കേഷൻസിൽ ഈ എല്ലാ ഡേറ്റാസും ആവശ്യമായിട്ട് വരണമെന്നില്ല. ചില ഡേറ്റകൾ അവർക്ക് ആവശ്യമാണ്, ചില ഡേറ്റാസ് അവർക്ക് ആവശ്യമില്ല. അങ്ങനെയാണ് എങ്കിൽ നമുക്കത് എങ്ങനെയാണ് ആവശ്യമുള്ള ഡേറ്റാസ് മാത്രം ഷെയർ ചെയ്ത് സാധിക്കാനാണ് നമ്മൾ നോക്കാണ്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം പ്ലേ സ്റ്റോറിനകത്ത് ആധാർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ സോ ബേസിക്കലി ഇതിനകത്ത് ഈ ഒരു ആപ്പ് ആധാർ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഒരു ആപ്പ് കിട്ടും. നിങ്ങൾ ഈ ഒരു ആപ്പ് സെലക്ട് ചെയ്യാം. ഈ ഒരു ആപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളോട് സ്കിപ്പ് ദ ഇൻട്രൊഡക്ഷൻ ആൻഡ് രജിസ്റ്റർ അതിലേക്ക് പോവുക. നമുക്കൊന്നെങ്കിൽ ഫേസ് ഒതന്റിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഫെച്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ആധാർ നമ്പർ അല്ല ആധാർ കാർഡ് വെച്ചിട്ട് ഫെച്ച് ചെയ്യാം. സോ ഇവിടെ ഐ ആം റെഡി വിത്ത് മൈ ആധാർ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കുക. ഐ എഗ്രി ടേംസ് ആൻഡ് പോളിസി കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുക. സോ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെയാണെങ്കിൽ അത് കൊടുക്കുക, അല്ല ഡിഫറെൻറ്റ് നമ്പർ ആണെങ്കിൽ ഡിഫറെൻറ്റ് കൊടുക്കുക. എപ്പോഴും ഈ മൊബൈൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. സോ അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. ഏതാണോ സിം സെലക്ട് ചെയ്യുക. സെൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. SMS, അതായത് നമ്മുടെ ഈ പറയപ്പെടുന്ന ആ നമ്പറിൽ നിന്ന് UID-യിലേക്ക് ഒരു മെസ്സേജ് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് SMS സെൻഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അതിനുശേഷം മൊബൈൽ നമ്പർ വെരിഫൈഡ്. സോ കണ്ടിന്യൂ ഫോർ ഫേസ് ഒതന്റിക്കേഷൻ. സോ ഇനിഷ്യേറ്റ് ഫേസ് ഒതന്റിക്കേഷൻ. അതിനുശേഷം നിങ്ങളുടെ ഫേസ് കറക്റ്റായിട്ട് അലൈൻ ചെയ്യുക. ഫേസ് ഒതന്റിക്കേഷൻ പൂർത്തിയായിട്ടുണ്ട്. ഇത് സെലക്റ്റഡ് ആയി. ഗെറ്റിംഗ് ആധാർ ഡീറ്റെയിൽ റെഡി. പ്രൊസീഡ് കൊടുക്കുക. സോ നമ്മൾ അതിനുശേഷം നമ്മുടെ ഒരു പിൻ നമ്പർ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആധാർ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ പിൻ നമ്പർ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ടാപ്പ് ടു റിവീൽ യുവർ ആധാർ കാർഡ്. നമ്മൾ ഇതിലേക്ക് നമ്മളൊന്ന് ടാപ്പ് ചെയ്യാം. നെക്സ്റ്റ് കൊടുത്ത് ഫിനിഷ് ടാപ്പ് ചെയ്യുക. സോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് ഒന്നും കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് ഓപ്ഷൻ കാണാം. ഒന്ന് ബയോ ലോക്ക്. ഇവിടെ നിങ്ങൾക്ക് ബയോ ലോക്ക് പ്രോസസ്സിംഗ്, ബയോ അൺലോക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് ലോക്ക് ചെയ്യാം, അതുപോലെ അൺലോക്ക് ചെയ്യാം. ഇനി മാസ്ക് ഡേറ്റ. സോ ഇവിടെ നമ്മൾ നോക്കി, ഇവിടെ ഇപ്പം നമ്മുടെ ആധാർ നമ്പറിന്റെ ലാസ്റ്റ് ബാക്കിയുള്ള ഡേറ്റകളൊന്നും ഫെച്ച് ആയിട്ടില്ല, മാത്രമേ ഫെച്ച് ആയിട്ടുള്ളൂ. അതിനുശേഷം സോ നമുക്കിപ്പോൾ ഷെയർ ID, ഇപ്പൊ ID ഷെയർ ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. സെലക്റ്റീവ് ഷെയർ, കംപ്ലീറ്റ് ഷെയർ, ഡൗൺലോഡ് ആധാർ. ഇവിടെ നമ്മൾ സെലക്റ്റീവ് ഷെയർ ആണ് സെലക്ട് ചെയ്താൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പൊ നമുക്ക് ആളുടെ ഇമേജ് മാത്രം സെലക്ട് ചെയ്യണം, അത് സെലക്ട് ചെയ്യുക. മൊബൈൽ നമ്പർ കൊടുക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അഡ്രസ്സ് കൊടുക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഏതൊക്കെ ഡേറ്റകളാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ട ആഗ്രഹിക്കുന്നത് അത് മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രിവ്യൂ ID കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റകൾ മാത്രമേ ID-യിൽ വരുള്ളൂ. കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഷെയർ ചെയ്യുന്ന ഫയൽ എന്ന് ഇനി നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഫയൽ എന്ന് പറയുന്നത് ആ ഫയലിൽ നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ അവർക്ക് അഡ്രസ്സ് മാത്രം മതിയെങ്കിൽ അഡ്രസ്സും പേരും മാത്രം സെലക്ട് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ ഒന്നും ഷെയർ ചെയ്യേണ്ടതായിട്ടില്ല. അതല്ല അവർക്ക് വേണ്ടത് ഇമേജ് ആണ് വേണ്ടതെങ്കിൽ ഇമേജ് മാത്രം സെലക്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഡേറ്റ വേണ്ടത് അത് വെച്ചിട്ട് നമുക്ക് ഷെയർ ചെയ്യേണ്ടി പറ്റും. ഇനിയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യണമെങ്കിൽ അൺലോക്ക് ചെയ്യാം. അതായത് നിങ്ങളുടെ ബയോമെട്രിക് ഡീറ്റെയിലുകൾ ലോക്ക് ചെയ്ത് വെക്കാം, അൺലോക്ക് ചെയ്ത് വെക്കാം. ശരി, മാസ്കിംഗ് ഡേറ്റകൾ ചെയ്യേണ്ടി പറ്റും. സോ ഇത്രയാണ് നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ആളുടെ പ്രൊഫൈൽ വേണമെങ്കിലും വീട്ടിലുള്ളവരുടെ പ്രൊഫൈൽ വേണമെങ്കിലും ആഡ് ചെയ്യാനായിട്ട് സെയിം പ്രൊസീജിയറിൽ ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.